ഈ വീഡിയോയിൽ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ്. പ്രത്യേകിച്ച് ഇന്നലെ രാത്രി ഗൾഫ് ടൈം ഒരു 10:30 മണിയോടുകൂടി ഡൊണാൾഡ് ട്രംപ് ലെബനനിലേക്കുള്ള സീസ് ഫയർ പ്രഖ്യാപിച്ചതിനെ തുടർന്ന്, അതായത് ഇന്ത്യൻ ടൈം ഒരു 12 മണി രാത്രി മിഡ് നൈറ്റ്, ആ സമയം ശരിക്കും പറഞ്ഞാൽ ട്രംപ് ഒരു 3 hours ഗ്യാപ്പ് കൊടുത്തിട്ടാണ് സീസ് ഫയർ പ്രഖ്യാപിച്ചത്. അപ്പൊ ഇതിനെ തുടർന്ന് ആ 3 മണിക്കൂർ ഗ്യാപ്പിൽ ഇസ്രായേൽ മാക്സിമം അറ്റാക്ക് ലെബനന്റെ ഉള്ളിൽ നടത്താനും അതുപോലെ ലെബനന്റെ ഉള്ളിൽ നിന്നുള്ള ഹെസ്ബുള്ള ഇസ്രായേലിലേക്ക് നഹാരിയ ഭാഗത്തൊക്കെ റോക്കറ്റുകൾ അയക്കാനും ഏതാണ്ട് 70ഓളം റോക്കറ്റുകൾ ഇസ്രായേലിന്റെ ഉള്ളിലേക്ക് ഇന്നലെ ലെബനന്റെ സൈഡിൽ നിന്നും ഹെസ്ബുള്ളകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ലെബനന്റെ ഉള്ളിൽ ഉടനീളം ആഘോഷങ്ങളായിരുന്നു. ആഘോഷങ്ങൾ എന്ന് പറഞ്ഞാല് ചർച്ച പുരോഗമിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ആഘോഷങ്ങൾ തുടരെ നടന്നുകൊണ്ടിരുന്നത്. ഹെസ്ബുള്ള പല സ്ഥലങ്ങളിലും സ്റ്റേജ് കെട്ടിയുള്ള ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളും അതേപോലെ തന്നെ അതിനു പുറമെ വളരെ വലിയ രീതിയിൽ തോക്കെടുത്തുകൊണ്ട് വെളിയിലിറങ്ങി ലെബനന്റെ അതുപോലെ ബെയ്റൂത്തിന്റെ തെരുവുകളിൽ മൊത്തം ഉടനീളം വെടിവെപ്പോട് കൂടിയുള്ള ആഘോഷങ്ങളായിരുന്നു. തോക്കെടുത്ത് ചുമ്മാ വെടിവെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇതാണ് ഇവരുടെ ഒരു ശൈലി. അപ്പൊ അതായത് ഇത്രയും നാളും ഇസ്രായേൽ നിരീക്ഷണം നടത്തുന്നുണ്ട്, ആക്രമണം നടത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പതിയിരുന്ന് ഒളിഞ്ഞിരുന്ന് ഒളിവിൽ പാർത്തിരുന്ന ആൾക്കാരൊക്കെ തന്നെ ഹെസ്ബുള്ളയുടെ അനുയായികൾ പുറത്തോട്ടിറങ്ങുന്ന രംഗമാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ശരിക്കും ഇസ്രായേൽ എന്തുകൊണ്ടാണ് ലെബനാനിൽ ആക്രമണം നടത്തുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവായിരുന്നു ഇന്നലെ കാണാൻ കഴിഞ്ഞത്. അതായത് അത്രമാത്രം ഹെസ്ബുള്ള ലെബനന്റെ ഉള്ളിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ഇനിയിപ്പോ ഈ സീസ് ഫയറിനെ തുടർന്ന് 10 ദിവസത്തെ സീസ് ഫയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ മറവിൽ വേറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇറാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നത്, അത് വേറെ കാര്യം. അമേരിക്ക എന്ന് പറയുന്നത് ഒരു നോൺ സ്റ്റോപ്പ് യുദ്ധം നടത്തുന്ന രാജ്യമാണ്. ലൈം ലൈറ്റിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് വേണമെന്നുള്ള ആവശ്യമുള്ളത് അമേരിക്കയ്ക്കാണ്. നമ്മൾ മനസ്സിലാക്കണം. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് ഈ യുദ്ധം തുടങ്ങിയതും അവസാനിച്ചതും എല്ലാം. പലപ്പോഴും ഇന്റർപ്രിട്ടേഷൻ വേറെ രീതിയിലാണ്. ഇസ്രായേലിന് ഗുണം കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ അമേരിക്കയെ കൊണ്ട് യുദ്ധം നടത്തുന്നു എന്നുള്ള തരത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടത്. പക്ഷേ ഇതിന്റെ ഡീപ്പ് ലെവലിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ മറിച്ചാണ് കാര്യങ്ങൾ. അമേരിക്കയ്ക്ക് ഗുണം കിട്ടുന്ന രീതിയിലാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബെയ്റൂത്തിലാണെങ്കിൽ ഹെസ്ബുള്ളയിൽ പെട്ട ആൾക്കാർ ഇപ്പൊ ഇറാൻ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് യുദ്ധം തുടങ്ങിയ സമയം മുതൽ കണക്കെടുത്തു കഴിഞ്ഞാൽ 2167 ഹെസ്ബുള്ള മെമ്പേഴ്സ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 7000 പേർക്ക് ഗുരുതരമായ പരിക്കാണ്. അതേപോലെ തന്നെ 1,24,000 പരം വീടുകൾ ഡെമോളിഷ് ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ. സദൻ ലെബനാൻ എന്ന് പറഞ്ഞ ഭാഗത്ത് ഒന്നും തന്നെ ഇല്ല. ആ രീതിയിലാണ് ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നത്. എന്നാൽ ലെബനാനിലേക്ക് വന്നിട്ട് ഒരു ചെറ്റക്കുള്ളിലെങ്കിലും അടിച്ച് അതിനുള്ളിൽ താമസിക്കാൻ വേണ്ടിയിട്ട് കുറെ ഹെസ്ബുള്ള അനുയായികൾ അവിടെ ഇപ്പോഴും തപസ്സിരിപ്പുണ്ട്. അപ്പൊ അവര് സദൻ ലെബനാനിലേക്ക് ഇന്നലെ രാത്രി കടന്നു വരികയും വലിയ രീതിയിലുള്ള ആഘോഷ പ്രകടനങ്ങൾ, ഫ്ലാഗ് വീശിക്കൊണ്ടുള്ള ആഘോഷങ്ങളൊക്കെ അവിടെ നടത്തുകയുണ്ടായി. ഇന്നലെ ഒരു ദിവസം കൊണ്ട് ഇസ്രായേൽ 350 ടാർഗറ്റുകളാണ് അറ്റാക്ക് ചെയ്തത്. അതായത് ഈ ഒരു 3 hours അപ്പൊ അതിൽ പ്രത്യേകിച്ച് നബാട്ടിയ എന്ന് പറഞ്ഞ സ്ഥലം ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിയിട്ടുണ്ട്. അതേപോലെ ടയർ എന്ന് പറഞ്ഞ റീജിയൻ, ബിന്ദ് ജബീൽ, ഇങ്ങനെയുള്ള കുറെ ഏരിയകൾ ടാർഗറ്റ് ചെയ്താണ് അറ്റാക്ക് നടത്തിയത്. ഇതെല്ലാം തന്നെ സദൻ ലെബനാനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഏരിയയാണ്. എന്നാൽ ഈ സീസ് ഫയറുമായിട്ട് ബന്ധപ്പെട്ട് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ലെബനാനിലെ ഹിസ്ബുള്ളകൾ അങ്ങനെ സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സീസ് ഫയർ എന്ന് പറയുന്നത് ലെബനാനുമായിട്ടാണ്. ഫ്യൂച്ചറിൽ ലെബനാനുമായിട്ട് ചേർന്ന് IDF കോഓപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിച്ചുകൊണ്ട് ഹെസ്ബുള്ളകൾക്കെതിരെ നിലപാടെടുക്കാനും ഹെസ്ബുള്ളയെ എലിമിനേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്പർ 1 പോയിന്റ്. അപ്പൊ ഇത് ഫ്യൂച്ചറിൽ നടന്നാൽ ഓക്കെ. പക്ഷെ അതേസമയം ഹെസ്ബുള്ളകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറഞ്ഞാൽ, ഹെസ്ബുള്ള പറഞ്ഞിരിക്കുന്നത് ലെബനാനെ സംരക്ഷിക്കണമെന്നുണ്ടെങ്കിൽ, ലെബനാന്റെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം എന്നുണ്ടെങ്കിൽ അത് ലെബനാൻ ഗവൺമെന്റിന് പോലും സാധിക്കില്ല. ഹെസ്ബുള്ളകളായ ഞങ്ങളാണ് ലെബനാന്റെ സെക്യൂരിറ്റി, ഞങ്ങളാണ് ലെബനാന്റെ ഗാർഡിയൻസ് എന്ന് അവര് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതുപോലെ നെതന്യാഹു ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരിക്കുന്നത്, സദൻ ലെബനാൻ ഭാഗത്ത് നിന്ന് IDF വിഡ്രോവൽ ചെയ്യില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് പല ഡിസ്കഷൻസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഡെവലപ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇതുവരെ കൺഫേം ആയിട്ടുള്ള ഒരു സീസ് ഫയറിനെ തുടർന്നുള്ള IDF വിഡ്രോവൽ നടന്നിട്ടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് സീസ് ഫയർ നിലവിൽ വന്നു എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പൊട്ടലും ചിറ്റലുമുണ്ട്. ഇപ്പൊ ട്രംപ് ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഹെസ്ബുള്ള ഈ സീസ് ഫയറിനെ ഒബേ ചെയ്യും, നൈസ്ലി റെസ്പോൺസിബിളി ഒബേ ചെയ്യും എന്നാണ്
ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതേസമയം ഇറാൻ ആണെന്നുണ്ടെങ്കിൽ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഈ ലെബനൻ സീസ് ഫയറിനെ വളരെ കോഷ്യസ് ആയിട്ടാണ് നോക്കിക്കാണുന്നത്, വളരെ കെയർഫുൾ ആയിട്ട് ഞങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്, പ്രോപ്പർ ആയിട്ട് സീസ് ഫയർ നടപ്പിലാകുന്നു എന്നുള്ളത് ഞങ്ങൾ മോണിറ്റർ ചെയ്യും, അത് കഴിഞ്ഞിട്ട് മാത്രമേ ഞങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തണോ വേണ്ടിയോ എന്നുള്ള തീരുമാനം എടുക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ബ്ലോക്കേഡ് പൂർണ്ണമാണ്. ശരിക്കും സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാന് അക്സസിബിൾ അല്ലാത്ത രീതിയിൽ മാറി തീർന്നിരിക്കുകയാണ്. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. നഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ നഷ്ടമുണ്ട്. ഇതിനെ തുടർന്ന് ലാഭം ആർക്കാണെന്ന് ചോദിച്ചാൽ ലാഭം അമേരിക്കയ്ക്കാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അമേരിക്ക എവിടെ പോയാലും പണ്ട് ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് അമേരിക്കയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില സ്റ്റേറ്റ്മെന്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്ക സുവനിയർ അന്വേഷിച്ച് യുദ്ധം നടത്തുന്ന രാജ്യമാണ്, ജർമ്മനി പ്രൈഡിന് വേണ്ടിയിട്ട് യുദ്ധം നടത്തുന്ന ആൾക്കാരാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡെഫിനേഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ സുവനിയർ അന്വേഷിച്ച് യുദ്ധം നടത്തുന്ന ആൾക്കാരാണ് അമേരിക്കൻസ്. അപ്പൊ അവർക്ക് എപ്പോഴും ലൈം ലൈറ്റിൽ കോൺഫ്ലിക്ട് വേണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെപ്പറേറ്റ് റിസർച്ച് പേപ്പർ തന്നെ ഉണ്ട്. അത് പിന്നീട് നമുക്കൊരു അവസരത്തിൽ വിശകലനം ചെയ്യാം. ഇപ്പൊ നിലവില് ഈ സുവനിയർ അന്വേഷിച്ചുകൊണ്ടുള്ള ഈ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ടാണ് എനിക്ക് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാല്, ശരിക്കും ഈ ചാർട്ട് ഞാനിവിടെ വെക്കുന്ന ചാർട്ട് നിങ്ങൾ നോക്കിക്കോളൂ. ഈ ചാർട്ടില് എണ്ണ വിൽപ്പനയും ഗ്യാസ് വിൽപ്പനയും രണ്ടിലും ഏറ്റവും നമ്പർ 1 ഇപ്പൊ എത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൗദിയെ മറികടന്നുകൊണ്ട് ഓയിൽ വിൽപ്പനയിൽ അമേരിക്ക നമ്പർ 1 ആയിരിക്കുകയാണ്. ഞാൻ ഇന്നലത്തെ വാർത്തയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വാൾസ്ട്രീറ്റ് ജേണൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ റിപ്പോർട്ട് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ അതില് അമേരിക്കയുടെ എണ്ണ ഉൽപാദനം കുത്തനെ കൂടിയിട്ടുണ്ട്. അവരാണ് സെയിൽസിൽ നമ്പർ 1. ഇപ്പൊ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ക്ലോസ് ചെയ്തോടുകൂടി ഏറ്റവും കൂടുതൽ എണ്ണ രാജ്യങ്ങൾ അമേരിക്കയുടെ സൈഡിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. അതേപോലെ ഗ്യാസ് വിൽപ്പനയിലും നമ്പർ 1 അമേരിക്കയായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് ഇപ്പൊ ഖത്തർ സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ഗ്യാസ് വിൽക്കുന്നില്ല, അതും കൂടി നിലച്ചതോടുകൂടി അമേരിക്ക ഗ്യാസ് വിൽപ്പനയിലും നമ്പർ 1 ആയിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, അതേപോലെ ഇറാനാണ് 3ാം സ്ഥാനം. ഈ രീതിയിൽ കാര്യങ്ങൾ മാറി മറിഞ്ഞിട്ടുണ്ട്. അമേരിക്കയ്ക്ക് വൻ നേട്ടമുണ്ടാക്കുന്ന രീതിയിലാണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ബ്ലോക്കേഡ് മാറി തീർന്നിരിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഒന്നുമല്ല, പർപ്പസ്ഫുള്ളി കറക്റ്റ് ആയിട്ട് അറിഞ്ഞ് എഴുതി കുറിച്ച് കൃത്യമായിട്ട് പ്ലാൻ ചെയ്താണ് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിൽ ബ്ലോക്കേഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്ക ഈ ഇടപെട്ട കാലത്തൊന്നും ഈ ബ്ലോക്കേഡ് എടുത്ത് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്തരത്തിലുള്ള പ്രോഫിറ്റ് ആണ് അമേരിക്കയ്ക്ക് ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കയാണ് ശരിക്കും ഇസ്രായേലിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ യുദ്ധത്തിൽ പ്രോപ്പർ ബെനിഫിഷ്യറി ആയിട്ട് മാറിയിരിക്കുന്നത്. അതേസമയം ഇസ്രായേൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഇല്ലാന്നില്ല. ഇറാന്റെ മേളിൽ അവർക്ക് ഈ ഒക്ടോബർ 7, 2023 ആ ഒരു ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. ആ ഗ്രഡ്ജിന് കൃത്യമായിട്ടുള്ള റിട്ടാലിയേഷൻ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിന്റെ പ്രോപ്പർ ബെനിഫിഷ്യറി, പണം കൊണ്ടുള്ള നേട്ടം ഉണ്ടാകുന്നത് അമേരിക്കയ്ക്കാണ്. അതാണ് ഇപ്പൊ അമേരിക്ക നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അമേരിക്കയ്ക്ക് നേട്ടമുണ്ടാകുന്ന തരത്തിൽ മാറി തീർന്നിരിക്കുകയാണ് ഇറാൻ യുദ്ധം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷൽ അസീം മുനീറിനെ അപ്രീഷിയേറ്റ് ചെയ്ത് താങ്ക്സ് നോട്ട് അയച്ചിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അസീം മുനീറിന്റെ ആ ഒരു ബാലൻസ്ഡ് ആക്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ നിന്നുകൊണ്ട് ലെബനാനിൽ ഒരു സീസ് ഫയർ ഉണ്ടാവാൻ കാരണമായത് തന്നെ പാകിസ്ഥാന്റെ അസീം മുനീറിന്റെ ഇടപെടലാണെന്നുള്ള രീതിയിലൊക്കെയാണ് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിവേ, തീർച്ചയായിട്ടും ഈ യുദ്ധത്തിന്റെ ഇടയിൽ പാകിസ്ഥാന്റെ റോൾ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അത് അൺഡിനേബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആണ്. അപ്പൊ അതുകൊണ്ട് അത് അംഗീകരിച്ചേ പറ്റൂ. അവരുടെ റോൾ തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹെസ്ബുള്ള അറിഞ്ഞോ അറിയാതെയോ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പുറത്തുവിടുന്നതിനിടയ്ക്ക് ഒരു ഹിസ്ബുള്ള മെമ്പർ ഒരു വിടുവായിത്തരം വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അത് ശരിക്കും ഹിസ്ബുള്ളയ്ക്ക് തന്നെ ഒരു തിരിച്ചടിയാവും. ആ സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന പറഞ്ഞാല്, ആഗോളതലത്തിൽ ഹിസ്ബുള്ള ഒരു ചെറിയ സംഘടനയല്ല, പല കോളേജുകളിലും ഞങ്ങൾക്ക് യൂണിറ്റുകളുണ്ട്, ഹിഡൻ യൂണിറ്റുകളുണ്ട്, ഞങ്ങൾ ഫണ്ട് ചെയ്യുന്നുണ്ട്, അവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അത് അമേരിക്ക ഉൾപ്പെടെ പല കോളേജുകളിലും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു ഭീകരവാദം പടർത്തുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിന്റെ പുറകിൽ അമേരിക്ക ഇറങ്ങിത്തിരിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇറങ്ങിത്തിരിക്കും. അപ്പൊ അങ്ങനെ ഒരു മണ്ടത്തരം ഹിസ്ബുള്ള വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ പ്രോക്സി നെറ്റ്വർക്കിന്റെ വിങ്സ്, അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് സംസാരിച്ചപ്പോഴാണ് പുള്ളിക്കാരൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയത്. ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്, ഈ ലഷ്കർ ഇ തൊയ്ബയുമായിട്ട് ഹമാസിന് ബന്ധമുണ്ട്, ആ ബന്ധത്തിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഹമാസിനെ ഒരു ഭീകരവാദ സംഘടനയായിട്ട് ഒഫീഷ്യലി ഇന്ത്യ പ്രഖ്യാപിക്കണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇന്ത്യക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട് സാർ ഗിഡിയോൺ, ഇസ്രായേലിന്റെ ഫോറിൻ മിനിസ്റ്റർ. പാകിസ്ഥാന്റെ ഉള്ളിൽ ഹരിപ്പൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു ഓയിൽ പൈപ്പ് ലൈൻ വല്ലാത്ത രീതിയിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ പൊട്ടിത്തെറിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡൗട്ട്ഫുള്ളി നോക്കി കാണേണ്ട വിഷയമാണ്. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ ഓയിൽ പൈപ്പ് ലൈൻ പൊട്ടിത്തെറിച്ചത് പാകിസ്ഥാന്റെ ഉള്ളിലും ഡൊമസ്റ്റിക് ഓയിൽ ഡിസ്ട്രിബ്യൂഷനിൽ ഷോർട്ടേജ് ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത്. പാകിസ്ഥാനിൽ ഓൾറെഡി തന്നെ ദുരിതമാണ്. അതിന്റെ ഇടയ്ക്ക് ഓയിൽ പൈപ്പ് ലൈനും കൂടെ പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ കുറച്ചുകൂടെ പരിതാപകരമാവും. എനിവേ, ആ പ്രതിസന്ധി ഒരു സൈഡിൽ ഇരിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഞങ്ങള്
ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്ന് പറഞ്ഞ ആ ഒരു ക്ലബിലെ മെമ്പർ ആയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണം വിജയകരമായിട്ട് നടത്തിയിട്ടുണ്ട്. ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈൽ വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. 8 മാക്സ് സ്പീഡാണ്, 350 കിലോമീറ്റർ റേഞ്ച് ആണ് അതിന്റെ ദൂരപരിധി. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഒരു മിസൈൽ പരീക്ഷണം നടത്തി പാകിസ്ഥാൻ ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിച്ചു നോക്കേണ്ട വിഷയം എന്ന് പറഞ്ഞാൽ ബ്രിക്സ് ആണോ അമേരിക്കയാണോ? ബ്രിക്സ് സംഘടന ശരിക്കും പറഞ്ഞാൽ തളർന്നു കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഇടപെട്ട കാലത്തൊന്നും ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റുകൾ ഒരു രാജ്യത്തിന്റെ സൈഡിൽ നിന്നും വരുന്നില്ല. ഈ വർഷത്തെ ബ്രിക്സിന്റെ ആതിഥേയരായിട്ടുള്ള ഇന്ത്യ ശരിക്കും ഏത് തരത്തിലാണ് ഈ ബ്രിക്സിനെ കൊണ്ടുപോകാൻ പോകുന്നത്, എത്ര എഫക്റ്റീവ് ആയിട്ടാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിക്കാൻ പോകുന്നതിനെ കുറിച്ചുള്ള ആശങ്ക പല ബ്രിക്സ് മെമ്പർ രാജ്യങ്ങൾക്കുമുണ്ട്. കാരണം ബ്രിക്സിൽ ഇറാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. പക്ഷെ ആ ഇറാനെ അമേരിക്ക പതിയെ അവരുടെ വഴിക്ക് നീക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇറാനിൽ ഒരു റെജീം ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ബ്രിക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഇറാന്. അത് ബ്രിക്സിന് ക്ഷീണം ചെയ്യും. അതാണ് ഇപ്പൊ നിലവിലെ സാഹചര്യം. ഈ ബ്രിക്സ് സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഇന്ത്യ എന്ത് തീരുമാനം എടുക്കുന്നു, ഈ വർഷത്തെ ബ്രിക്സ് സബ്മിറ്റ് എത്രത്തോളം പൊലിപ്പിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ പല രാജ്യങ്ങളും ആശങ്കയോട് തന്നെയാണ് നോക്കിക്കാണുന്നത്. കാരണം അമേരിക്ക ഇപ്പം ടോപ്പ് ലെവലിൽ നിൽക്കുകയും ബ്രിക്സ് ഇപ്പം കുറച്ച് സൈലന്റ് ആയിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നമുക്ക് പൊതുവിൽ കാണാൻ കഴിയുന്നത്. ശരിക്കും ബ്രിക്സ് ശക്തിപ്പെടണം എന്നുണ്ടെങ്കിൽ ഇന്ത്യ അതിന്റെ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആ ഒരു ആശയത്തെ കൃത്യമായ രീതിയിൽ റൈറ്റ് ട്രാക്കിൽ കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ചൈനയുടെ സൈഡിൽ നിന്നും റഷ്യയുടെ സൈഡിൽ നിന്നൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രഷർ ഇന്ത്യയുടെ മേലിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അത് എത്രമാത്രം ഇന്ത്യ ഉൾക്കൊണ്ട് ഇന്ത്യയുടെ പ്രാതിനിധ്യം ബ്രിക്സിൽ ഉറപ്പിക്കും എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പൊ സ്റ്റിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പൊ അതിന്റെ ഇന്ത്യ ശക്തമായ രീതിയിൽ ബ്രിക്സ് നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എക്കണോമിക് വിഷയങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടായിരിക്കും നടത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നടക്കുന്ന യുദ്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനെതിരെ അമേരിക്ക ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിനെ കണ്ടംപ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. ഇന്ത്യക്ക് ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ് അത്. അതിൽ ഇന്ത്യ ഏത് തീരുമാനം എടുക്കുന്നുള്ളത് നമുക്ക് അറിയില്ല. അതായത് ബ്രിക്സ് സബ്മിറ്റ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഇറാന്റെ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്ത്യക്ക് ജസ്റ്റ് അതിൽ നിന്നും സ്കിപ്പ് ആവാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം, നിർണായക തീരുമാനം എടുക്കേണ്ടി വരും. ട്രംപ് ആണെന്നുണ്ടെങ്കിൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ ലെബനന്റെ സീസ് ഫയർ എന്നുള്ള നടപ്പിലാക്കിയല്ലോ, അതിനെ തുടർന്ന് ഒരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ആ സ്പീച്ചിൽ നോക്കൂ, ഇതിനു മുമ്പ് അമേരിക്ക ഭരിച്ചിരുന്ന ഭരണകൂടങ്ങളെല്ലാം തന്നെ ഇപ്പൊ വിയറ്റ്നാമിൽ 17 വർഷം, അഫ്ഗാനിസ്ഥാനിൽ 5 വർഷം, നിങ്ങൾ നോക്കൂ ഇറാന്റെ യുദ്ധം ഞാൻ 2 മാസം വിത്തിൻ 2 മന്ത്സിനുള്ളിൽ ഞാൻ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇറാനുമായിട്ടുള്ള ഡീൽ വളരെ സൂൺ നടപ്പിലാവും. അപ്പൊ അങ്ങനെ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അമേരിക്ക കാര്യങ്ങളെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഓൺ ബഹുമതികൾ ട്രംപിന് തന്നെ നൽകുകയാണ്. ട്രംപിന്റെ സർക്കാരിനെ തന്നെയാണ് ട്രംപ് പ്രൊമോട്ട് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത്. സെലൻസ്കി ആണെന്നുണ്ടെങ്കിൽ നെതർലാൻഡ് സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡില് ശരിക്കും ഫണ്ടാണ് സെലൻസ്കിയുടെ പ്രശ്നം. പല രാജ്യങ്ങളിലേക്കും സെലൻസ്കി ഇപ്പൊ യാത്ര നടത്തുന്നത് ഫണ്ടിന്റെ കാര്യമാണ്. ലാക്ക് ഓഫ് ഫണ്ട്, അതാണ് സെലൻസ്കിയുടെ പ്രധാനപ്പെട്ട പ്രശ്നം. അമേരിക്ക ആണെങ്കിൽ ഇപ്പൊ 5 പൈസ കൊടുക്കുന്നില്ല. യൂറോപ്പും കൊടുക്കാമെന്ന് പറയുന്നതിലാണ്ട് പലരും അതിന് വീറ്റോ ചെയ്ത് തടസ്സം സൃഷ്ടിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ ഉക്രൈനിലെ സെലൻസ്കിക്ക് ഫണ്ട് വേണം. അപ്പൊ അങ്ങനെ നെതർലാൻഡ് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് സെലൻസ്കി സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. വേണ്ടത്ര രീതിയിൽ ഫണ്ട് കിട്ടിയില്ല. ശരിക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് വരുന്ന ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജി തരാം എന്നുള്ള പേരിലാണ് കുറച്ച് ഫണ്ടും കാര്യങ്ങളൊക്കെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ സെലൻസ്കിക്ക് കൊടുത്തത്. പക്ഷെ ഇപ്പൊ നിലവിൽ സെലൻസ്കി നോക്കിക്കോ, ഉക്രൈനാണ് ശരിക്കും മിഡിൽ ഈസ്റ്റിൽ യുദ്ധം നിൽക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് സെലൻസ്കി വേണമെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് വിളിച്ചു പറയാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ സെലൻസ്കി അങ്ങനെയാണ്. അതായത് ഉക്രൈനുമായിട്ട് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഡീലിലെത്തി, സൗദി അറേബ്യയുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട്, ഖത്തറുമായിട്ട് ഡീൽ ഒപ്പിട്ടിട്ടുണ്ട്, UAE ഡീൽ ഒപ്പിട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡ്രോൺ ഇന്റർസെപ്റ്റ് ചെയ്യാനുള്ള ടെക്നോളജിയാണ്. ആ ടെക്നോളജിയിൽ പേടിച്ചിട്ടാണ് യുദ്ധം അവസാനിച്ചത് എന്ന് വരെ സെലൻസ്കി അവകാശപ്പെട്ടേക്കാം. അപ്പൊ എന്തായാലും സ്റ്റേറ്റ് ഓഫ് ഹോർമൂസിൽ അമേരിക്ക നടത്തുന്ന ആ ഒരു ബ്ലോക്കേഡ് അത് ഇറാന്റെ ഷിപ്മെന്റിനെ തടയുന്ന രൂപത്തിലാണെങ്കിലും അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് അമേരിക്കയ്ക്കാണ്. ആ ഒരു ബെനിഫിഷ്യറി മൊമെന്റ് അമേരിക്ക വളരെ വ്യക്തമായിട്ട് തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ എണ്ണ കയറ്റുമതിയിലൊക്കെ വൻ വർധനവ്, നല്ല വിലയിൽ വൻ ക്വാണ്ടിറ്റിയിലാണ് അമേരിക്ക ഇപ്പം എണ്ണ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ആണ് നമ്മളിവിടെ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.